ഹായ് ഡിയർ ഫ്രണ്ട്സ്, വീണ്ടും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു മീൻ പൊരിച്ചത് തയ്യാറാക്കാം. നല്ല ടേസ്റ്റിലുള്ള മസാലയൊക്കെ പുരട്ടിയിട്ടാണ് ഈ ഒരു മീൻ ഫ്രൈ ഞാൻ തയ്യാറാക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ കരിമീനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് മീൻ വെച്ചിട്ടും ഈ ഒരു ഫ്രൈ തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ കുഞ്ഞു ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യൂ, എങ്കിൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ വീഡിയോയിലോട്ടേക്ക് പോകാം. ഇതിനു വേണ്ടി ഞാനിപ്പോൾ 2 വലിയ കരിമീൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് മീനും ഇതിനു വേണ്ടി എടുക്കാം. നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ ഒന്ന് വരയിട്ട് കൊടുക്കണം. ഇനി ഇതിനു വേണ്ടിയുള്ള മസാല റെഡിയാക്കാം. ഇതിനു വേണ്ടി നമുക്കൊരു ബൗളിലോട്ടേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതിലോട്ടേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി പേസ്റ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വെളിച്ചെണ്ണയും ആ ഒരു ചെറുനാരങ്ങ നീരൊക്കെ കൂടിയിട്ട് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം. ഇനി ഒരു മിക്സ് നമ്മുടെ ഒരു മീനിൻ്റെ എല്ലാ ഭാഗത്തോട്ടേക്കും ഒന്ന് പുരട്ടി കൊടുക്കണം. നമ്മുടെ ഈ മസാല നമ്മുടെ ഫിഷിൻ്റെ, അതായത് മീനിൻ്റെ എല്ലാ ഭാഗത്തോട്ടേക്കും ആവുന്ന തരത്തിലൊന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കാം. അപ്പോൾ മീനിൻ്റെ 2 ഭാഗവും നന്നായിട്ട് തന്നെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് വരെ നമുക്കിത് അടച്ചു വെക്കാം. അപ്പോൾ നമുക്ക് നല്ലവണ്ണം തന്നെ മസാലയൊക്കെ മീൻ നന്നായിട്ട് പിടിച്ച് കിട്ടും. അതിന് വേണ്ടി നമുക്കിന്ന് അടച്ചു വെക്കാം. 10 മിനിറ്റ് ശേഷം നമ്മുടെ മസാലയൊക്കെ മീനിലോട്ടേക്ക് നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്താൽ തുടങ്ങാം. ഇതിനു വേണ്ടി ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലോട്ടേക്ക് 3-4 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് തരം ഓയിലും യൂസ് ചെയ്യാം. പിന്നെ മീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ പൊതുവേ നല്ല വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. ഓയിൽ നന്നായിട്ട് ചൂടാകുമ്പോൾ നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള മീൻ ഓരോന്നും ഇതിലോട്ടേക്ക് വെച്ച് കൊടുക്കാം. മസാലയോട് കൂടി തന്നെ വെച്ച് കൊടുക്കണം. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഒരു മീനായത് കൊണ്ട് തന്നെ 3-4 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു ഭാഗം വെന്ത് കിട്ടും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു ഭാഗം ആയിട്ട് വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ മുഴുവൻ മീനും ഇതുപോലെ തന്നെ തിരിച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മുഴുവൻ മീൻ ഇവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ തിരിച്ചിട്ട ഭാഗം കൂടി ഒന്ന് ഫ്രൈ ആയിട്ട് വരണം. ഒരു 3-4 സെക്കൻഡ് മതി. അത്രയും കൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. മീനിൻ്റെ 2 ഭാഗവും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു പ്ലേറ്റിലോട്ടേക്ക് കോരി മാറ്റാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയുള്ളൊരു മസാലയാണ് ഇത് നമ്മൾ ചേർത്തിട്ടുള്ളത്. നല്ല എളുപ്പമാണ് തയ്യാറാക്കാൻ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല രുചിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.